ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്ററോളം പാലൊഴിച്ച് കൊടുക്കണം. 1/2 ലിറ്ററിൻ്റെ കൊട്ടപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 കപ്പ് പഞ്ചസാര. ഇത് യെല്ലോ ഷമാമാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉള്ളൊക്കെ വൃത്തിയാക്കി ഇതുപോലെ കഴുകിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുക്കണം. അതിപ്പോൾ നമ്മൾ ആക്കി വെച്ച മിക്സി ജാറില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ ഏലക്കായ പൊടിക്കാത്തത് ഇട്ട് കൊടുത്താലും മതി, 2 എണ്ണം. മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിക്കുകയൊന്നും വേണ്ട, ഇതിലൊന്നും കിട്ടാനൊന്നുമില്ല. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഒരു മിക്സി ജാറിലേക്ക് നന്നായി തണുത്ത ഒരു ബോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറുനാരങ്ങ എടുക്കണം. ഇതുപോലെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് നന്നായി പിഴിഞ്ഞ് കൊടുക്കണം. കുരുവൊന്നും ഇല്ലാതെ പിഴിയാൻ നോക്കണം. കട്ടാക്കിയിട്ടൊന്നും ഇടാൻ പാടില്ല, ഇതുപോലെ തന്നെ പിഴിഞ്ഞ് കൊടുക്കണം. അതിലേക്കൊരു 8 പീസ് ചെറിയ ചെറിയ പീസാക്കിയ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഓവറായി ഇട്ട് കൊടുക്കരുത്, കാരണം ഇത് നാരങ്ങ വെള്ളമാണ്, പൈനാപ്പിൾ നാരങ്ങ വെള്ളം, പൈനാപ്പിൾ ജ്യൂസല്ല. അതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മൊത്തത്തിലങ്ങ് ഹൈ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കണം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് ചെറിയ ചെറിയ തെരിതെരിപ്പ് കിട്ടും. പൈനാപ്പിളിൻ്റെ ഒരു അടിപൊളി ഡ്രിങ്കാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂന്നാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാം. കുറച്ച് പപ്പായ പഴുത്തത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്ററിൻ്റെ ഒരു കൊട്ടപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയ പപ്പായ ഇല്ലേ അതും ഇട്ട് കൊടുക്കാം, ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത്. ഒരു 10 രൂപയുടെ പാൽപ്പൊടിയാണ് അമൂലിൻ്റെ, അതുകൂടി ഇട്ട് കൊടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഹൈ സ്പീഡിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം. 5 മിനിറ്റ് മുന്നേ പൊതിർത്തി വെച്ച കസ്കസ് ഉണ്ട്, അത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സാകണം. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 ഡ്രിങ്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 ഒന്നിനൊന്നും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താങ്ക് യു.